നമ്മുടെയൊക്കെ വീട്ടിൽ ചെടികളിൽ പല സമയത്തും പല പൂക്കളും വിരിഞ്ഞു പോയവരുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്ത് വെച്ചെങ്കിലാണ് പിന്നെ അവരുടെ ഭംഗി കാണാം അല്ലേ. പ്രത്യേകിച്ച് ഞാനൊരു സെല്ലർ ആയതുകൊണ്ട് തന്നെ കാണുന്ന ചെടികൾ ആളുകൾ ഓർഡർ ചെയ്യുമ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യും. അങ്ങനെ വന്നു പോയിട്ടുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ. ഇതിൽ ഇപ്പോഴും നമ്മളെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പൂക്കളാണ് ഞാൻ കാണിക്കുന്നത്. മെയിനായിട്ട് റോസാപ്പൂക്കളാണ് കേട്ടോ. റോസാപ്പൂക്കൾക്ക് ഞാനിപ്പോൾ ബസാക്കോട്ട വളം കൊടുക്കുന്നത് കൊണ്ടാവും നല്ല പൂക്കൾ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർന്ന് നല്ലോണം പൂക്കൾ തരുന്ന ചെടിയാണ്. പക്ഷേ ഇത് പിടിച്ച് നമുക്ക് ഹെൽത്തി ആയി കിട്ടണം. ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ കുറച്ച് പാടാണ് ഈ ചെടി. എന്നാലും ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇതിൽ പല വെറൈറ്റി കളറുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു കളറാണ്, നല്ലൊരു വയലറ്റ് കളറ്, ഒരു ലൈറ്റ് വയലറ്റാണ്, അതുകൊണ്ടാണ് ഇത്ര ഭംഗി ഇതിന്. പിന്നെയുള്ളത് ഇതാണ് കേട്ടോ, അതിലേറെ കളറുള്ള 2 തരം പൂക്കൾ വിരിയുന്ന ഒരു ചെടിയായിരുന്നു ഇത്. ഇതൊക്കെ നമ്മൾ സെയിലായിട്ട് പോയി. പിന്നെയുള്ളത് അടീനിയത്തിൻ്റെ ചെടിയായിരുന്നു. അടീനിയവും പല കളറിൽ വെറൈറ്റികൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് സെയിലായിട്ട് പോയി. ഈ റോസാ ചെടിയിൽ നിന്നാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ റോസാപ്പൂവിൻ്റെ ഇതൾ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കാരണം ഇത് നല്ല സ്മെല്ലുള്ള റോസാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളുമാണ്. അതുകൊണ്ട് ഇത് നമുക്കൊരു പൂ പൊട്ടിച്ചാൽ തന്നെ അത്യാവശ്യം ഇതളുകൾ ഇതിന് ഉണ്ടാവും. റോസാപ്പൂക്കൾ കഴുകിയിട്ട് അതിൻ്റെ ഇതളുകൾ പച്ചക്കും നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെയുള്ളത് ശംഖുപുഷ്പമാണ്. ഇത് നമുക്ക് ഡെയിലി 10-20 പൂക്കളൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് റോസ്, അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ പോലെയുള്ളൊരു റോസ്, അതേപോലെ 2 കളറിൽ വരുന്ന ഡബിൾ പെറ്റലിൻ്റെ അടീനിയം. പിന്നെയുള്ളത് ഓർക്കിഡ് ചെടികളാണ് കേട്ടോ. ഓർക്കിഡ് ചെടികൾ ഞാൻ കൂടുതലായിട്ട് വെക്കാറില്ല. ഫ്ലവർ വന്ന ഉടനെ ഞാൻ അത് സെയിലിനിടാറാണ് പതിവ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റുകളല്ല, ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആന്തോറിയം ചെടികളാണ്. ആന്തോറിയത്തിൻ്റെ പല വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ആന്തോറിയം വേണമെന്നുള്ളവർക്ക് ഞാനിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. വാങ്ങണം എന്നുള്ളവർക്ക് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് കേട്ടോ. ഇത്രയും പൂക്കൾ ചേർന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.